ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായം 67-ാമത്തെയും 76 മുതൽ 80 വരെയുമുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. കർത്താവിന് മുന്നോടിയായി അവൻ്റെ ശബ്ദമായി ലോകത്തിലേക്ക് കടന്നു വന്ന സ്നാപക യോഹന്നാനെ കരങ്ങളിൽ എടുത്തുയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാചകനായ പുരോഹിതനായ ശിമയോൻ്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കുക. പ്രവാചക നിരയിലെ അവസാന കണ്ണി എന്ന നിലയിൽ യേശുവിൻ്റെയും സ്നാപകൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്വരമായി വർത്തിച്ചിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഔപചാരികമായിട്ട് സ്നാപകനെ യേശുവിൻ്റെ മുന്നോടിയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. നീയോ കുഞ്ഞെ, അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് നീ വിളിക്കപ്പെടും. ഈ വാക്കുകൾ പറഞ്ഞ് സ്നാപകനെ ദൈവജനത്തിന് പരിചയപ്പെടുത്തുകയാണ്. സ്നാപകൻ്റെ റോള് എന്താണ് എന്ന് കൃത്യമായി ദൈവം പദ്ധതി ചെയ്തിരുന്നുവെന്നും അത് ഈ ശിമയോനിലൂടെ വെളിപ്പെടുത്തപ്പെട്ടുവെന്നുമാണ് നമ്മൾ തിരുവചനത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ അനന്തമായ നിഗൂഢമായ പദ്ധതികളുടെ വെളിപ്പെടുത്തലുകൾ കാലാകാലങ്ങളിൽ അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന്മാരിലൂടെ നിർവഹിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. യേശുവിന് മുന്നോടിയായി ഈ സ്നാപകൻ ജനിച്ചത് ദൈവത്തിൻ്റെ മഹാപദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് സഖറിയായ്ക്ക് ദൈവദർശനമുണ്ടാകുന്നതും യേശുവിന് മുന്നോടിയായി അവൻ്റെ ശബ്ദമായി ലോകത്തിലൂടെ കടന്നു വരേണ്ടിയിരുന്ന സ്നാപകനെ ഇവർക്ക് വാർദ്ധക്യത്തിലെ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ട് മകനായി നൽകുക. പരിശുദ്ധ അമ്മയെ കാണാൻ ഗബ്രിയേൽ ദേവദൂതൻ കടന്നു വന്നപ്പോൾ ഗബ്രിയേൽ ദേവദൂതൻ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് ഇത് 6-ാം മാസമാണ്. ദൈവത്തിൻ്റെ അസാധ്യതകൾ, മനുഷ്യരുടെ സാധ്യതകൾ ദൈവത്തിൻ്റെ സാധ്യതകളാണ്, മനുഷ്യൻ്റെ അസാധ്യതകൾ ദൈവത്തിൻ്റെ സാധ്യതകളാണ് എന്ന് നമ്മുടെ മുമ്പിൽ തെളിയിക്കുക. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ലല്ലോ. ഈ 100ഓളം വയസ്സുള്ള എലിസബത്തിൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ജനിക്കാൻ അനുവദിച്ചത്, നിത്യകന്യകയായിരുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ യേശു ഭൂജാതനാകാനുമൊക്കെ ഇടയായത് ഈ ദൈവത്തിൻ്റെ നിഗൂഢമായ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. സ്നാപകൻ യേശുവിനെ വഴിയൊരുക്കിക്കൊണ്ട് അവന് മുന്നേ കടന്നു പോകേണ്ടവനാണ് എന്ന്, അതിനനുസരിച്ചുള്ള ഒരു പരിശീലനവും രൂപീകരണവും അവന് ലഭിക്കേണ്ടതാണ് എന്ന് വചനം കൃത്യമായി പറയുന്നുണ്ട്. അവൻ ജ്ഞാനത്തിൽ വളർന്നു, ദൈവത്തിന് പ്രീതിയിൽ അവൻ ജീവിച്ചു എന്നൊക്കെ വചനം പറയുന്നു. ആത്മാവിനാൽ ശക്തിപ്പെട്ടു, ദൈവജനത്തിനെ വെളിപ്പെടുത്താൻ കടന്നു വരുന്നിടം വരെ അവൻ മരുഭൂമിയിലായിരുന്നു. ഒരു പ്രത്യേക രീതിയിലാണല്ലോ സ്നാപകൻ്റെ വസ്ത്രധാരണം. വെട്ടുക്കിളികളും കാട്ടുതേനും ഭക്ഷിക്കുന്നു. വളരെ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയിലൂടെ കടന്നുപോയ ആ സ്നാപകൻ. ഈ സ്നാപകൻ യേശുവിന് വഴിയൊരുക്കിക്കൊണ്ട് കടന്നു വരുവാനുള്ള ഒരുക്കത്തിൻ്റെ നാളുകളിൽ മരുഭൂമിയിൽ ചെലവഴിച്ചിട്ട് അവനെ വെളിപ്പെടുത്താനായിട്ട് ദൈവജനത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു ചിന്ത മാത്രമാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചും ഒരു പദ്ധതി ഉണ്ടാകും. ജെറമ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, അതും നമ്മുടെ നാശത്തിനായിട്ടുള്ളതല്ല, ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതി. നാം ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും പ്രതീക്ഷിച്ചതും ഒന്നും ഒരുപക്ഷെ ആ ചോദിക്കുന്ന വേളയിലോ തൊട്ടടുത്ത ദിവസങ്ങളിലോ നമുക്ക് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എല്ലാം ചേർത്ത് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അവൻ നമ്മളെക്കുറിച്ച് കരുതലുള്ള ദൈവമാണ്, നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്ന ദൈവമാണ്, അവൻ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. അവൻ്റെ ഭുജത്തിന് കീഴെ താഴ്മയോടെ നമുക്ക് നിൽക്കാം. നമ്മുടെ ദുഃഖങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും എല്ലാം വിശുദ്ധ പത്രോസ് ശ്ലീഹ സൂചിപ്പിക്കുന്നത് പോലെ അവൻ്റെ പാദാന്തികത്തിൽ നമുക്ക് അർപ്പിക്കാം.
തക്ക സമയത്ത് ഇടപെടുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ നമ്മുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും എല്ലാം മേൽ അവൻ്റെ ആത്മാവ് കടന്നു വരുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷം അത് ഹൃദയപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിക്കുന്നവരായിത്തീരാൻ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് അവൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.